എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ബേബി കോൺ വെച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. ബേബി കോൺ ഇതേപോലെ നീളനെ അരിഞ്ഞെടുത്തിട്ട് അതിൽ 4 സവാള, 1/2 കിലോ ചിക്കൻ. ഇതുകൊണ്ടൊരു നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 4 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരട്ടെ. സവാള വാടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ സവാള ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 ബേബി കോണാണ് നീളത്തിൽ അരിഞ്ഞു വെച്ചത്. അത് അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാളയും കോൺഫ്ലവറും ഇത്രയ്ക്ക് വാടി വന്നാൽ മതി. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഇറച്ചിയിൽ പരട്ടിയിട്ടുണ്ട്, മസാലപ്പൊടി. അങ്ങനെ നമ്മൾ പൊടികൾ ചേർത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇറച്ചിയിൽ പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ പെരിഞ്ചീരകം, നല്ല ജീരകം. അങ്ങനെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, നല്ല ജീരകം ഇതൊക്കെ ഇട്ട് നന്നായി അരച്ച പേസ്റ്റ് അതിൽ ഈ കൂട്ടൊക്കെ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരട്ടെ. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ മസാലക്കൂട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ്റെ ആണിത്. നല്ലോണം അങ്ങനെ ചിക്കൻ നല്ലോണം മസാലയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ബേബി കോൺ ഇട്ടിട്ടുള്ള ചിക്കൻ കറി എന്തായി നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാണ്ട്. ഇനി അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേബി കോൺ ഇട്ടിട്ടുള്ള പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ എന്തിട്ടാ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പെരിഞ്ചീരകം, ജീരകം, കുരുമുളക് ഇതൊക്കെ ഇട്ട് അരച്ചതാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിത് ഇളക്കി കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മളുടെ ബേബി കോൺ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ വെക്കണ പോലെയല്ല അത് വെച്ചിരിക്കുന്നത്. സാധാരണ വെക്കണ പോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ കൂട്ടോളൊക്കെ കൂടിയിട്ടാണ് ബേബി കോണും ചിക്കനും വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.